വടക്കാഞ്ചേരി നഗരസഭ 2025-26 വർഷത്തെ ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അവതരിപ്പിച്ചു. ആദരണീയായ ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, സെക്രട്ടറി, നഗരസഭാ ജീവനക്കാർ, ദൃശ്യ, പത്ര, മാധ്യമ, അമേരിക്കയും ഇസ്രായേലും ഇറാനും നേരെ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭൂമിയാക്കിയിരിക്കുന്നു. 70,000-ലധികം പാലസ്തീൻകാരെ കൂട്ടക്കുരുതി നടത്തിയവർ തന്നെയാണ് ഇപ്പോൾ കാരണമേതുമില്ലാതെ ഇറാനെ ആക്രമിച്ച് മറ്റൊരു യുദ്ധം മുഖം കൂട്ടി തുറന്നത്. ജനുവരി 3-നാണ് വെനിസ്വേലയിലെ ഇടതുപക്ഷ ഭരണാധികാരി നിക്കോളസ് മറഡോറയെയും ഭാര്യയെയും അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയി അമേരിക്ക ജയിലിൽ അടച്ചത്. ഫെബ്രുവരി 28-ന് നടത്തിയ ബോംബിങ്ങിൽ ഇറാന്റെ 92,16,47,650 രൂപ വരവും ഉൾപ്പെടെ ആകെ 99,63,64,202 രൂപയിൽ 95,47,71,561 ചിലവും 4,15,92,641 രൂപ നീക്കിയിരിപ്പുമുള്ള 25-26 വർഷത്തെ പുതിയ ബഡ്ജറ്റും 4,15,92,641 രൂപ മുൻപാക്കിയും 156,96,70,121 രൂപ വരവും ഉൾപ്പെടെ 162,12,62,762 രൂപയിൽ 122,73,77,400 രൂപ ചിലവും കഴിച്ച് ബാക്കി പദ്ധതി വിഹിതത്തിൻ്റെ ചിലവ് ഉൾപ്പെടാതെ 7,36,43,291 രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നവകേരളത്തിൻ്റെ സൃഷ്ടിക്കായി ഒരുമിക്കുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭ മുൻ ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച സമിതിയുടെ ആദ്യ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് പൂർണ്ണമായും സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ആദ്യ ബഡ്ജറ്റ് എന്ന പ്രത്യേകതയും പരിമിതികളും ഈ ബഡ്ജറ്റിനുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ സാമ്പത്തിക ഉപദേശങ്ങൾ തേടി മുന്നൊരുക്കങ്ങൾ നടത്തി മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ബോണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്കുകളും ആലോചനാ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുനിസിപ്പൽ മുൻ ഭരണസമിതിയുടെ കാലയളവിൽ ആരംഭിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർത്തീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പദ്ധതി പൂർത്തീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മതിയായ തുക വകയിരുത്തേണ്ടതുണ്ട്. പുതിയ ഭരണസമിതി വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസനം ലക്ഷ്യം വയ്ക്കുന്ന വടക്കാഞ്ചേരി ആക്ട് 30 എന്ന ദീർഘവീക്ഷണ പദ്ധതികൾക്കും ലഭ്യമായ വിഭവ സ്രോതസ്സിനുമായി നവകേരളത്തിന്റെ സൃഷ്ടിക്കായി ഒരുമിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭ മുൻ ഭരണസമിതി കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ബജറ്റിന്റെ ലക്ഷ്യം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായും സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റ് എന്ന പ്രത്യേകതയും പരിമിതികളും ബജറ്റിൽ ഉണ്ട്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം, വ്യവസായ മേഖല, കുടിവെള്ളം, ഉത്പാദന മേഖല, ആരോഗ്യവും ശുചിത്വവും, വിദ്യാഭ്യാസ മേഖല, കായിക മേഖല, വടക്കാഞ്ചേരി ടൂറിസം, പട്ടികജാതി വികസനം, വടക്കാഞ്ചേരി പുഴ നവീകരണം, ആനിമൽ ബജറ്റ് കൺട്രോൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ OR, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP മദനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG സനീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, നഗരസഭാ സെക്രട്ടറി വിനീത് KM, മുനിസിപ്പൽ എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 13
2148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ